സർക്കാരിനെതിരെ വീണ്ടും രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങിയിരിക്കുകയാണ് CJP. നാളെ CJPയുടെ ദേശീയ പ്രവർത്തക സമിതി യോഗം ചേരും. അടുത്ത ഘട്ട സമരപരിപാടികൾ പ്രഖ്യാപിക്കും. നാളെ പ്രഖ്യാപിക്കുന്ന തുടർ പരിപാടികൾക്ക് സജ്ജമാക്കാൻ വിദ്യാർത്ഥികളോടും യുവാക്കളോടും ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്നാണ് ആരോപണം. വിദ്യാർത്ഥികൾക്കെതിരായ FIR-കൾ പിൻവലിക്കുന്നതിലും റദ്ദാക്കുന്നതിലും കേന്ദ്രത്തിന് ഒളിച്ചുകളിയെന്നാണ് CJP ആരോപിക്കുന്നത്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, നാളെ പ്രവർത്തക സമിതി യോഗത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. ജന്തർ മന്ദറിൽ ഉൾപ്പെടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും വിനീത, ഒരിക്കൽ കൂടി രാജ്യ തലസ്ഥാനം അല്ലെങ്കിൽ രാജ്യം CJPയുടെ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് CJP പ്രവർത്തകർ നൽകുന്നത്. നാളെ ഇപ്പോൾ CJPയുടെ ദേശീയ പ്രവർത്തക സമിതി യോഗം ചേരുകയാണ്. അടുത്ത ഘട്ട സമരപരിപാടികൾ തീരുമാനിക്കാനും അതിന്റെ പ്രഖ്യാപനം നടത്താനുമാണ് നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻപ് സമരം നിർത്തുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ പലതും ഇതുവരെ നടപ്പിലായിട്ടില്ല, അതൊക്കെ ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ഇവിധം തുടർന്നു പോകാൻ കഴിയില്ല. അന്ന് പ്രഖ്യാപിച്ചതുപോലെ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലായില്ലെങ്കിൽ വലിയ സമരം ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം അത് നടപ്പാക്കാൻ തങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിമാർ നേരിട്ട് നൽകിയിട്ടുള്ള പല വാഗ്ദാനങ്ങളും, അതിൽ ഇവർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും അത് പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല. അതടക്കം പല കാര്യങ്ങളിലും ഇപ്പോഴും മുഖം തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് ഈ പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾക്കെതിരായ FIR പിൻവലിക്കുന്നതിലും റദ്ദാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് എന്നാണ് CJP ആരോപിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ പ്രവർത്തക സമിതി യോഗം നിർണായകമാണ്. വീണ്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ജന്തർ മന്ദറിലെ സമരമാണോ അല്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നടക്കമുള്ള ചർച്ചകൾ നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ CJPയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകും. ശരി, സായ്കുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.